മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണം. കാരണം ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ തറക്കൽ അബ്ദു അദ്ദുആ ലിൽ വാലിദൈനി യൻഖതിഉ അൻഹു റിസ്ഖു ഫിദ്ദുനിയാ. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്നത് ഒരടിമയെങ്കാലും നിർത്തിവെച്ചാൽ, ഉപേക്ഷിച്ചാൽ ദുനിയാവിൽ ആ അടിമയെ തൊട്ടുള്ള റിസ്ക് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. റിസ്ക് മുടങ്ങിപ്പോകാൻ ഒരു കാരണമാണ് മാതാപിതാക്കൾക്കുള്ള ദുആ നിർത്തിവെക്കുക എന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. കച്ചവടം തുടങ്ങി, പച്ചപ്പിടിക്കണില്ലല്ലേ? കാര്യമായും വന്നു പറയുന്ന സങ്കടമാണ്. പലയിടത്തും പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഉസ്താദേ, ലാഭം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇട്ട പൈസയും തിരിച്ചു കിട്ടുന്നില്ല. സ്വീകരിച്ച ആള് വാങ്ങിയ ആളെ ഇപ്പൊ കാണുന്നില്ല. എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്താലും പച്ച പിടിക്കുന്നില്ല. എന്തു തുടങ്ങിയാലും ഒന്നും ശരിയാകണില്ല. എങ്ങനെ ശരിയാകാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? ഉമ്മയെയും വിട്ട് തനിച്ചു പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ തോന്നിയില്ലേ? ഉമ്മാന്റെ കൂടെ ആരാണുള്ളത് എന്ന് ചിന്തിച്ചോ ഇല്ല? ഭാര്യയെ തൃപ്തിപ്പെടുത്തണ്ടെന്നല്ല പറഞ്ഞത്, ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം ഇപ്പുറത്ത് ഉമ്മയുണ്ട് എന്ന ബോധം വേണ്ടേ? ആ ഉമ്മയെയും തൃപ്തിപ്പെടുത്താനല്ലേ ഒരു ബുദ്ധിയുള്ളവൻ ചിന്തിക്കേണ്ടത്? ഒരു ഭാഗം മാത്രം ചിന്തിച്ചാൽ മതിയോ? ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? ഇങ്ങനെയെല്ലാം ഉമ്മാനോട് ചെയ്തിട്ട് ഉമ്മാനെ മറക്കാണ്. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, അതിന് പോയതാ, ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടില്. ഇന്നും ഇവിടെ വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ. അള്ളാഹു ആ വീട്ടുകാർക്ക് സന്തോഷം കൊടുക്കട്ടെ. ആ വീട്ടിലുള്ള ഉമ്മാക്ക് അള്ളാഹു താല രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. ഞങ്ങളെ രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ. അവർക്കും ഞങ്ങൾക്കും ഒക്കെ മഖ്ബൂലും മബ്റൂറായ ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ചെന്നപ്പോ വീട്ടുകാരൻ പറയാ, നമ്മളെ സാധാരണഗതിയിൽ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അവരോട് ചോദിക്കാറില്ല, ഉമ്മപ്പൊക്കെ ഉണ്ടോന്ന് ചോദിക്കൂലേ? എന്താ കാരണം? ഫാത്തിഹ ഓതിട്ടൊന്നും അതേ ചെയ്യാൻ. അപ്പൊ പറയാണ്, ഉപ്പ ഉണ്ട് സാർ, ഉമ്മ ഉണ്ട്. അപ്പൊ എവിടെ ഉമ്മ ഉള്ള? ഉമ്മ ഇപ്പോ ഞങ്ങൾ തമ്മിൽ ശരിയില്ല. സുബ്ഹാനല്ലാഹ്. പറയാണ്, ഉമ്മ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, എന്നാലും ഇല്ലാത്ത മട്ടത്തിലാ. അപ്പൊ എന്താ കാരണം? അല്ല കാരണം പിന്നെ ഒന്നുമില്ല, ഉമ്മാനോട് ഒത്തുപോകാൻ പറ്റൂല. കാരണം എന്താണെന്ന് അള്ളാഹുവിനെ അറിയാം. പക്ഷെ എന്നാലും ഉമ്മാന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടെങ്കിലും ഉമ്മാനോട് നമുക്ക് അങ്ങോട്ട് പിണങ്ങാൻ പറ്റുമോ? പറ്റൂല, ഒരിക്കലും പറ്റൂല. അതിന്റെ പേരിലൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ആ സഹിക്കണതിനൊക്കെ റബ്ബിന്റെ കോടതി വലിയ പ്രതിഫലം കിട്ടും. ചിലപ്പോ ഉമ്മയിലുണ്ടാവും ബുദ്ധിമോശം ഉണ്ടാവും. ഉമ്മ അങ്ങനെ നബിയൊന്നും അല്ലല്ലോ, റസൂലൊന്നും അല്ലല്ലോ. ഉമ്മയിലുണ്ടാവും ബുദ്ധിമോശം ഉണ്ടാവും. ഉമ്മമാരും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. മക്കളോട് മാത്രം വളർന്നു പറ്റൂല. ഉമ്മയും ഉപ്പയും കുറേ അങ്ങ് ശ്രദ്ധിക്കണം. മഹാന്മാർ പറഞ്ഞു, ഉമ്മാനെയും ബാപ്പാനെയും ധിക്കരിക്കരുത് എന്നൊക്കെ പറഞ്ഞെടുത്ത് മഹാന്മാർ പറഞ്ഞു, വയജിബു അലൽ അബവൈനി അല്ലാ യഹ്മലൽ വലദ അലൽ ഉഖൂഖി ബിസൂഇൽ മുആമല. മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾ അവരെ ധിക്കരിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴല്ലേ കുട്ടികൾ അവരെ ധിക്കരിക്കാൻ തോന്നുക. അതുകൊണ്ടാണ് ഒരു മഹാൻ പറയാണ്, എനിക്കൊരു മോനുണ്ടായിരുന്നു. ആ മോന് 30 വർഷക്കാലമായി ഞാൻ ആ മോനോട് മാ അമർത്തുഹു ബി അംറിൻ, ഒരു കാര്യം പോലും ഞാൻ ആ മോനോട് കൽപ്പിച്ചിട്ടില്ല. എന്താ കാരണം എന്നറിയോ? മഖാഫത യഅസുയനി ഫയഹിഖു അലൈഹിൽ അദാബ്. ഞാനത് അവനോട് പറഞ്ഞാൽ അവൻ എന്നെ ധിക്കരിച്ചാലോ? ധിക്കരിച്ചാൽ പിന്നെ ഉമ്മാന്റെ വാക്ക്, പിന്നെ ബാപ്പാന്റെ വാക്ക് ധിക്കരിച്ചതിന്റെ പേരിൽ അവൻ അള്ളാന്റെ അദാബ് ഇറങ്ങിയാലോ? അത് ഇറങ്ങാതിരിക്കാൻ അവനോട് ഞാൻ മാ അമർത്തുഹു ബി അംറിൻ, ഒരു കാര്യവും ഞാൻ അവനോട് കൽപ്പിച്ചിട്ടില്ല കഴിഞ്ഞ 30 വർഷക്കാലമായി. ആലോചിച്ചോ,
ഉമ്മയും ബാപ്പയും കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ അവരോട് പിണങ്ങുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ അങ്ങനല്ല. ചിലയിടത്തൊക്കെ എത്ര മോൻ അങ്ങോട്ട് പോയി നന്നാവാൻ നോക്കിയാലും ഉമ്മ ഇവന്റെ കൂടെ പോരുന്നില്ല. ഉമ്മ നന്നാകണില്ല, ഉപ്പ നന്നാകണില്ല. ഉപ്പ തെറ്റിയിരിക്കുക. മക്കള് തെറ്റിയാലും ഉമ്മയും ഉപ്പയും തെറ്റാൻ പാടില്ലല്ലോ. അങ്ങോട്ട് പോയി നന്നാവേണ്ടവരല്ലേ? അവരല്ലേ മാതാപിതാക്കൾ, മറ്റേത് മക്കളല്ലേ, പ്രായം കുറഞ്ഞവരല്ലേ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് കണ്ടു കാണുന്നവരോടൊക്കെ സ്വന്തം മക്കളെ കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞു നടക്കുക. വരുന്ന തങ്ങന്മാരോടും മക്കളെ കുറിച്ച് പരാതി, ആലിമീങ്ങളോടും മക്കളെ കുറിച്ച് പരാതി. ആരെ കണ്ടാലും മോനെ കുറിച്ച് പരാതി ഇങ്ങനെ പറയാൻ. അങ്ങനെ ആകാൻ പാടില്ല. അവരെ നന്നാക്കിയെടുക്കേണ്ടത് രക്ഷിതാക്കളല്ലേ. ഞാനിപ്പോൾ കൂടുതൽ ഇതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അത് വളരെ പ്രധാനമാണ്. ഞാൻ പറയട്ടെ, മക്കളോട് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾക്ക് ദുആ ചെയ്യണം. ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് മരിച്ച മയ്യിത്തിന് സ്വതക്ക ചെയ്യുന്നതിനെ കുറിച്ച് മഹാനവരുകൾ ചോദിച്ചപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, കുല്ലു ദാലിക വാസിലുൻ ഇലൈ. മരിച്ച ആളെ പേരിൽ സ്വതക്ക ചെയ്താൽ അതൊക്കെ ആ മയ്യത്തിന് കിട്ടും, അതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ വലാ ശൈഅ അൻഫഉ ലഹു മിനൽ ഇസ്തിഗ്ഫാരി, അതിനേക്കാളൊക്കെ പ്രധാനമായും മക്കൾ ശ്രദ്ധിക്കേണ്ടത് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുക. അതിനിപ്പോ കൂടുതലൊന്നും മെനക്കെടണ്ടല്ലോ. അള്ളാഹുവേ, എന്റെ ഉപ്പാക്ക് നീ പൊറുക്കണേ അല്ലാ, എന്റെ ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാ എന്ന് പറയാൻ കൂടുതൽ മെനക്കെടേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ആ ദുആ മക്കള് രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തണം എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് ശേഷം ഖുർആൻ എത്ര ഉപദേശമാണ് തന്നത്. മനുഷ്യന്റെ നന്മക്ക് വേണ്ടി ഖുർആൻ നൽകിയ ഉപദേശം എത്രയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വാതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ. കുടുംബത്തോടുള്ള ഹക്കടപാട് കാണിക്കുന്നവരാകണം. സ്വന്തം കുടുംബത്തോടുള്ള കടപ്പാട് കാണിക്കുന്നവരാകണം. കുടുംബത്തോടുള്ള കടപ്പാട് വലുതാണ്. ആ കടപ്പാട് വീട്ടുന്നവരാകണം. ഇതുപോലെ വൽ മിസ്കീൻ, അഗതികൾ ഉണ്ടാകും, പാവങ്ങൾ ഉണ്ടാകും. ആ പാവങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് സഹായം ആവശ്യപ്പെട്ടാൽ ആ പാവങ്ങളോട് സഹകരിക്കുന്ന സ്വഭാവമുണ്ടാകണം. വലുത് കൊടുക്കാൻ വലുത് തന്നെ കൊടുക്കണമെന്നില്ല. പക്ഷേ വൽ മിസ്കീന, അവരോടും നമുക്കൊരു കടപ്പാടുണ്ടല്ലോ. ആ മിസ്കീനിനോടുള്ള കടപ്പാട് നമ്മൾ കാണിക്കണം. അല്ലാതെ നമ്മൾ തന്നെ ഇങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, വലാ തുബദ്ദിർ തബ്ദീറാ. നീ ഇങ്ങനെ ദൂർത്തടിച്ചിട്ടുള്ളൊരു ജീവിതം പാടില്ലട്ടോ. ആ ദൂർത്തടിച്ചിട്ടുള്ള ജീവിതം കുറെ കാലം ഉണ്ടാകൂല. മുസ്ലിം വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ഞാനിതില്ലാത്തതല്ലോ പറയുന്നത്, ഈ പൈസ ഇല്ലെങ്കിൽ തന്നെ എത്രയാണ് ദൂർത്തടിക്കുന്നത്. ദൂർത്തടിച്ച് കല്യാണം നടത്തണമെന്ന് ഇസ്ലാമിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വലിയ സങ്കടത്തോട് പറയട്ടെ, മഹല്ല് കമ്മിറ്റിയിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ പോലും ഇവിഷയത്തിൽ പിറകോട്ടില്ല, മുന്നിലാണ്. അപ്പൊ എന്താ പറയാ, മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവനും മാതൃകയാണ്. നാട്ടിൽ മറ്റു വീട്ടിൽ ഇതുപോലത്തത് സമാനമായത് സംഭവിച്ചാലും മഹല്ല് കമ്മിറ്റിയിൽപ്പെട്ട ഒരാളെടുത്തു ഇതുണ്ടാവാൻ പാടില്ല. എന്താ കാരണം? എന്നാലേ ഇവർക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇതങ്ങനല്ല. മഹല്ല് സെക്രട്ടറിയുടെ വീട്ടിൽ തന്നെ ഭയങ്കര ദൂർത്താണ് കല്യാണത്തിന്റെ. ഇവിടെ അങ്ങനെ നടന്നു എന്നല്ലിട്ട് ഞാൻ പറഞ്ഞത്. വലാ തുബദ്ദിർ തബ്ദീറാ, ഖുർആൻ പറഞ്ഞു. അമിതമായി നിങ്ങൾ എന്തിനാണ് ദൂർത്തടിച്ച് കഴിയുന്നത്? എന്തിനാണ്? കാരണം ഈ ദൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്വീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. അമിതമായി ദൂർത്തടിച്ച് ജീവിക്കുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണവർ. പിശാച് റബ്ബിനോട് നന്ദികേട് കാണിച്ചവനാണല്ലോ.
അതുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യം ആവശ്യത്തിന് നിങ്ങൾ ചെലവഴിക്കുക, നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഖുർആൻ. അതോടൊപ്പം വആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ, കുടുംബത്തിലെ പാവങ്ങൾക്ക് നൽകാൻ മറന്നുപോകരുത്. കൂടുതൽ തന്നെ കൊടുത്ത് സഹായിക്കണമെന്നില്ല, നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഒന്നവിടെ എത്തിച്ചുകൂടെ? നാട്ടിൽ പാവങ്ങളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ സഹായം എത്തിച്ചുകൂടെ? വേറെ ചില പാവങ്ങളുണ്ട്, രണ്ടും കൂടി പറയണല്ലോ. ഒരു ഭാഗം മാത്രം പറഞ്ഞ് ഞാനങ്ങ് പോയാൽ പിന്നെ അത് മാത്രമായിരിക്കും ഇപ്പാവുക. അപ്പൊ പിന്നെ മറ്റുള്ളവർ ചോദിക്കും, നിങ്ങളും കൂടി ഇങ്ങനെയും കൂടി പറയാത്ത അതെന്താ? ചില കുടുംബത്തിലെ പാവങ്ങൾക്ക് എത്ര കൊടുത്താലും മതിയാവില്ല. അങ്ങനെയുണ്ട്. അങ്ങനെ ആകാനും പാടില്ല. ആവശ്യമുള്ള ആളുകൾ അവർക്ക് ആരെങ്കിലും അവരെ കൊണ്ട് കഴിയണതങ്ങ് തന്നാൽ അത് സ്വീകരിക്കാം, തന്നവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാം. ചില ആളുകൾക്കൊക്കെ ധാരണ ഉണ്ട്, ഗൾഫിൽ ഉള്ള ഒരു പ്രവാസിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അപ്പൊ നാട്ടിലെ കുടുംബത്തിലൊക്കെ കല്യാണം നടക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ ഓന് സഹായിക്കണം. കഴിഞ്ഞ ഒരു ആവശ്യം വീട്ടിൽ നടന്നപ്പോ പിന്നെ 50,000 രൂപ തന്നിരുന്നു. ആദ്യത്തെ മോളെ കല്യാണത്തിന് 50,000 തന്ന് സഹായിച്ചതാ പാവം, കുടുംബത്തിലൊരു പ്രവാസി. ഇപ്പൊ ആ വീട്ടിലെ രണ്ടാമത്തെ മോളെ കല്യാണമാണ്. അപ്പൊ ഇപ്രാവശ്യം 25,000 തന്നു. എന്താ കാരണം? അവന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക വിഷയം അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഉൾക്കൊള്ളണം. അത് അവൻ പറഞ്ഞില്ലെങ്കിലും ഈ വീട്ടുകാർ അങ്ങനെ മനസ്സിലാക്കണം. അന്ന് 50,000 തന്നല്ലോ പാവം, ഇപ്പോ സാമ്പത്തിക വിഷയം അങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് 25,000 തന്നല്ലോ. പക്ഷേ ഇതിങ്ങനെ 25 വാങ്ങിയിട്ട് കണ്ടു കാണുന്നവരോടൊക്കെ പറഞ്ഞെടുക്ക, 25 തന്നിട്ടുള്ളൂ. അതിനാണ് നന്ദിയില്ലാത്തവർ എന്ന് പറയാൻ. എന്താ അവൻ തരേണ്ട ആവശ്യമുണ്ടോ? അങ്ങനൊന്നുമില്ല. എന്റെ മോളെ കെട്ടിക്കാൻ അവൻക്ക് പിന്നെ ഒന്നുമില്ലല്ലോ. അവനാ ചെയ്യുന്നത് അവന്റെ മാന്യതയാണ്. 25 അല്ല 5 തന്നാലും അൽഹംദുലില്ലാ, അള്ളാഹു ഇതിന്റെ സന്തോഷം മോൻക്കും അവന്റെ കുടുംബത്തിനും അള്ളാഹു കൊടുക്കട്ടെ എന്നല്ലേ ദുആ ചെയ്യേണ്ടത്. അതിന് പകരം നാട്ടുകാരോട് മൊത്തം പറഞ്ഞെടുക്ക, 25 തന്നിട്ടുള്ളൂ, 25 രൂപ അല്ല 25,000. എന്നിട്ട് പറയലെങ്ങനെയാ? 25 തന്നിട്ടുള്ളൂ. അങ്ങനെ ആകരുത്. ഇരിക്കട്ടെ, ഖുർആൻ പറഞ്ഞു, ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് പാവങ്ങളെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് സങ്കൽപ്പിക്കുക. അവരുടെ ഒരു നല്ല കാര്യത്തിന് അവരെ കൂടെ നിൽക്കാൻ കഴിയില്ലെന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ ഫഖുൽ ലഹും ഖൗലൻ മൈസൂറാ, ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞുകൂടെ? ആരെങ്കിലും വന്ന് മുന്നിലങ്ങ് നിന്ന് കൈനീട്ടിയാൽ, യാചിച്ചാൽ കൊടുക്കാൻ ഒന്നുമില്ലെങ്കിലും ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു വാക്കെങ്കിലും പറഞ്ഞുകൂടെ എന്ന് ഖുർആൻ പറയുകയാണ്. ആ സന്തോഷിപ്പിക്കുന്ന വാക്കെന്താണ്? ചുരുങ്ങിയത് അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാമല്ലോ, അവർ കേൾക്കുന്ന വിധത്തില്. എന്റെ കയ്യിൽ നിനക്ക് തരാനൊന്നുമില്ല, പക്ഷെ അള്ളാന്റെ ഖജനാവ് വിശാലമാണ്, ആ റബ്ബ് നിനക്ക് തന്നോട്ടെ എന്നൊന്ന് ദുആ ചെയ്യാനെങ്കിലും നോക്കിക്കൂടെ? അതാണ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. ചില വീട്ടിലേക്ക് യാചകന്മാർ വന്നാൽ പലരും വരും, നമ്മളതിന് ന്യായം പറയാണ്, മുസ്ലിം അല്ല, അല്ലെങ്കിൽ ന്യായം പറയാണ്, പിന്നെ ഒക്കെ ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും എന്താ ഇപ്പൊ യാചിക്കാൻ വന്ന, അതൊന്നും നമ്മൾ നോക്കണ്ട, ഒക്കെ അള്ളാഹു തആല അധ്വാനിക്കാനുള്ള ബുദ്ധി കൊടുത്തോട്ടെ. പക്ഷെ വന്ന് നമ്മളെന്താക്കുക, നമ്മളെ കയ്യിൽ ഉള്ളതങ്ങ് കൊടുക്കുക. ഇനി പൈസ കൊടുക്കാനില്ലെങ്കിലും ഒരു ആപ്പിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു പഴമുണ്ട്, അതെങ്കിലും കൊടുക്കുക. അപ്പൊ കയ്യിലൊന്നുമില്ല പൈസ, ഇതെങ്കിലും വാങ്ങിക്കോ എന്ന് പറയാം. എന്താ കാരണം എന്നറിയോ? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൻ റദ്ദ സായിലൻ ഖായിബൻ അൻ ബാബി, വീട്ടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഒരു യാചകൻ, ആ യാചകൻ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ഒരാളിങ്ങനെ മടക്കി പറഞ്ഞയച്ചാൽ ഈസാ നബി അലൈഹി സ്വലാം പറയാണ്, ലം തഅബരിൽ മലായികത്തു ബൈതഹു സബഅത അയ്യാം, പിന്നെ 7 ദിവസക്കാലം റഹ്മത്തിന്റെ മലക്കുകള് ആ വീട്ടിൽ കയറൂല എന്നല്ല, അതിന്റെ പരിസരത്തു കൂടെ വിട്ടെടുക്കൂല എന്നാണ്. ഒരു വന്ന യാചകനെ വെറുതെ അങ്ങ് മടക്കി പറഞ്ഞയച്ചാൽ സാമ്പത്തിക സഹായം തന്നെ വേണമെന്നില്ല. ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ എന്ന് ഖുർആൻ പറഞ്ഞില്ല. അദ്ദുആഉ ലഹും അഗ്നാകുമുല്ലാഹ്, ഒന്ന് ദുആ ചെയ്തുകൂടെ? അല്ലാഹു നിങ്ങളെ സമ്പന്നരാക്കി തരട്ടെ, ആ ദുആ എങ്കിലും ഒന്ന് നേർന്നുകൂടെ? അതുമില്ല.
എങ്കിൽ അങ്ങനെ തന്നെ മടക്കി പറഞ്ഞയച്ചാൽ 7 ദിവസക്കാലം അതിന്റെ പരിസരത്തു കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ വിട്ടുകിടക്കൂല എന്നാണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറഞ്ഞത്. അങ്ങനെയാണ്. എന്നാൽ സാധുക്കളോ, അവരും ഇങ്ങനെ യാചിച്ചുകൊണ്ട് നടക്കരുത്. ഉള്ളത് തൃപ്തിപ്പെട്ട് ജീവിക്കണം. അതാണ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, വമൻ മാത ഫഖീറൻ റാളിയം മിനല്ലാഹി ബിഫഖരി. അല്ലാഹു തആലയല്ലേ ഫഖീറാക്കിയത്. ആ ഫഖർ കൊണ്ട് തൃപ്തിപ്പെട്ടവനായ നിലക്ക് ഒരാൾ മരിച്ചാൽ ലാ യദ്ഖുലുൽ ജന്നത അഹദുൻ അഗ്നാ മിൻഹു. ഈ മനുഷ്യനേക്കാൾ സമ്പന്നനായി വേറെ ഒരാളും സ്വർഗത്തിൽ കടക്കൂല. പരിശുദ്ധ ഖുർആനിൽ അതാണ് അല്ലാഹു തആല പറഞ്ഞത്. അതെ, അവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കണം. ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹായിക്കാൻ മനസ്സ് കാണിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ അതിലൂടെ ധാരാളം ഉപദേശിച്ച കൂട്ടത്തിൽ ഖുർആൻ പറയുകയാണ്, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തോട് അടുക്കരുത്. ഖുർആനിന്റെ ഈ പ്രയോഗം ഇക്കാലത്ത് വല്ലാതെ പ്രസക്തിയുള്ളതാണ്, പ്രാധാന്യമർഹിക്കുന്നതാണ്. ഖുർആൻ പറഞ്ഞത് എന്താണ്? വ്യഭിചരിക്കരുത് എന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്. കാരണം ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അത് മോശപ്പെട്ട പണിയാണ്. വ്യഭിചാരത്തോട് അടുക്കുക, വ്യഭിചരിക്കുക എന്നത് വളരെ മോശപ്പെട്ട പണിയാണ്. നന്നായി ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പൊന്നുമോളെ പലയിടത്തേക്കും പറഞ്ഞു വിടുകയാണ്. വല്ലാത്ത സങ്കടം. ഈ അടുത്തൊരാൾ പറഞ്ഞു, 18 വയസ്സുള്ള ഒരു മോള് ഒളിച്ചോടി. ബസ് ഡ്രൈവറിന്റെ കൂടെയാണ് ഒളിച്ചോടിയത്. ഇതിനിപ്പോ ബസ് ഡ്രൈവർക്കാരൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട, എല്ലാ ബസ് ഡ്രൈവർ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഈ നടന്ന സംഭവം പറയാം. ഈ പെൺകുട്ടിക്ക് 18 വയസ്സാണ്. ബസ് ഓടിക്കുന്ന ഡ്രൈവർ 42 വയസ്സ്. ചെറിയ വ്യത്യാസമുള്ളൂ, കൂടുതലൊന്നുമില്ല. സഹിക്കാൻ പറ്റിയതേ ഉള്ളൂ എന്നാണോ തോന്നിയത്? ഇല്ല, അതങ്ങനെയാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യും കാതും ഉണ്ടാവില്ല, അങ്ങനല്ലേ പറയാ. പിന്നെ അവിടെ പ്രായത്രയാണ്. ആ വഴിവിട്ട പ്രണയത്തിന്റെ കുഴിയിൽ ചാടി വീഴുന്നതിന് മുമ്പ് പക്വതയെത്തിയ മക്കളെ രക്ഷപ്പെടുത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഒറ്റക്ക് പറഞ്ഞേക്കരുത് കോളേജിലോട്ട്. ജ്യേഷ്ഠൻ അനുജത്തിയെ കൊണ്ടാക്കി വരണം. തിരിച്ചു വരുമ്പോഴും ജ്യേഷ്ഠൻ കൂട്ടിക്കൊണ്ടുവരിക. അല്ലെങ്കിൽ ബാപ്പ കൂട്ടിക്കൊണ്ടുപോവാ, തിരിച്ചു വരുമ്പോ കൂട്ടിക്കൊണ്ടുവരിക. അല്ലെങ്കിൽ അതിന് സുരക്ഷിതമായ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക. കണ്ടു കാണുന്നവരെ കൂടെ, ആരെ കൂടെ പോയാലും തിരക്കേടില്ല. അല്ല ആചാര്യ, മോൾ ആരെ കൂടെയാ കോളേജിൽ പോണേ? അവള് കൂട്ടുകാരന്റെ കൂടെ പോവാണ്. കണ്ട എത്ര കൂളായിട്ടാണ് ആചാര്യ പറയണേ. കൂട്ടുകാരന്റെ കൂടെ പോവാണ്. അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരനുണ്ട്, ഓൻ പോവാണ് കോളേജിൽ 2 വീലറിൽ. അപ്പൊ അവന്റെ ബാക്കിൽ സീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണം, അവനെ കൂടെ പോവാണ്. ഒരു പ്രശ്നമില്ല. ആചാര്യ, ഞങ്ങളെ മോള് ബസ് സ്റ്റോപ്പില് ആരാന്റെ കൂടെ ഇങ്ങനെ കളിക്കണത് കണ്ടു എന്നിങ്ങനെ നാട്ടിൽ നല്ലത് ഉദ്ദേശിക്കുന്ന ഒരാള്, അയാള് വന്നിട്ട് ഈ കുട്ടിന്റെ ഉപ്പാനോട് പറഞ്ഞപ്പോ ഈ ഉപ്പ മോളോട് ചോദിച്ചു, ശരിയാ മോളെ, എങ്ങനെ നിന്നെ കുറിച്ച് ഒരു പരാതി ഉണ്ട്, നീ ഇങ്ങനെ ബസ് സ്റ്റോപ്പില് ആരോ കൂടെ ഇങ്ങനെ കളിക്കണത് കണ്ടു എന്ന് അറിഞ്ഞു, ശരിയാണോ? അപ്പൊ മോള് പറഞ്ഞു, ഉപ്പ അത് ആരും ഒന്നുമല്ല, എന്റെ ക്ലാസ്മേറ്റ് ആണ്, കോളേജിൽ കൂടെ പഠിക്കണ ചെക്കനാ, അവന്റെ കൂടെയാണ്. അത് ശരി, ഉപ്പക്കത് പ്രശ്നമല്ല. പിറ്റേന്ന് ഈ പരാതി പറഞ്ഞ ആളോട് ഉപ്പ വിളിച്ചിട്ട് പറയാണ്, അല്ല നിങ്ങൾ ഈ പറഞ്ഞത് അത് ആരാന്റെ കൂടെ അല്ല കളിച്ചത്, കൂടെ പഠിക്കണം, ഓൻ കൂടെ പഠിക്കണം, ഫാത്തിമാന് കൂടെ പഠിക്കുന്നവനാ, ആ പ്രശ്നമല്ല. കൂടെ പഠിക്കാന്ന് പറഞ്ഞ പിന്നെ പ്രശ്നമില്ല. റൗളത്തു ത്വാലിബീനിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞേ? ഞാൻ എന്റെ ഉമ്മമാർ സഹോദരിമാർ കേൾക്കാൻ വേണ്ടി പറയാണ്, മക്കയിൽ ചെന്നാൽ കാര്യമായും തിരിച്ച് നാട്ടിലെത്തിയാൽ
അപ്പൊ ചോദിക്കണ ഒരു ചോദ്യമുണ്ട്, നാട്ടിൽ നിന്ന് അങ്ങോട്ട് ഹജ്ജിനും ഉംറക്കൊക്കെ പോയവരോട് ചോദിക്കണ ഒരു ചോദ്യമുണ്ട് നാട്ടുകാർ, ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കിട്ടിയോ എന്നാ ചോദിക്കുക. അപ്പൊ പോയ ഈ താത്ത തിരിച്ചു വന്നാല് നാട്ടുകാരോട് കുടുംബത്തോടൊക്കെ പറയും 3 വട്ടം ചുംബിച്ചു ഞാൻ. അപ്പൊ ചുംബിച്ച താത്താനോട് ചോദിക്കണം, എങ്ങനെ ചുംബിച്ചു, ചുംബിച്ച കോലൊന്നും ഒന്ന് വിശദീകരിക്കാമോ? ആരാന്റെ ദേഹത്ത് തട്ടിയിട്ട് മുട്ടിയിട്ട് എത്ര പ്രയാസത്തിലാണ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ അന്യപുരുഷന്മാരുടെ ദേഹത്ത് തട്ടിമുട്ടി ഹജറുൽ അസ്വദ് ചുംബിക്കണമെന്ന് എവിടെ പറഞ്ഞു? ഇമാം നവവി റളിയല്ലാഹു അൻഹു റൗളത്തു ത്വാലിബീനിൽ ഞാൻ എൻ്റെ വാള് കേൾക്കുന്ന ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, സഹോദരിമാരോട് പറയാണ്, ഇപ്പോഴൊക്കെ ഒരു ഫാഷനാണ്, ദീനും ഒരു ഫാഷനാണ്, അതൊരു പരിഷ്കാരാണ്. ഒക്കെ സ്റ്റാറ്റസിന്റെ ദീനല്ലേ എന്നുള്ളത്, ഒക്കെ വാട്സപ്പിന്റെ ദീനല്ലേ, ഒക്കെ ഓൺലൈനിന്റെ ദീനല്ലേ. ദീനിന്റെ സത്ത, അതിന്റെ അടിസ്ഥാനം വേറെ തന്നെയാണ്. അത് ആത്മീയതയിൽ ഒതുങ്ങിയിട്ടുള്ളതാണ്. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ദീനാണ്. അല്ലാതെ ഈ കണ്ടു കാണുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ ഒന്നുമല്ല. കേവലം കാട്ടിക്കൂട്ടലുകൾ ദീനല്ല. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയുന്നു, നവവി റളിയല്ലാഹു അൻഹു ആരാണ്? ശൈഖുൽ മദ്ഹബാണ്. ആ നവവി ഇമാം റളിയല്ലാഹു അൻഹു റൗളത്തു ത്വാലിബീനിൽ പറഞ്ഞു, സ്ത്രീകൾ ഹജറുൽ അസ്വദ് ചുംബിക്കൽ അവർക്ക് സുന്നത്താകുന്നത് തന്നെ ഇന്ദ ഖുലുവിൽ മത്വാഫി മിൻ ലൈലിൻ ഔ നഹാരിൻ. മത്വാഫ് അത്യാവശ്യം ഒഴിഞ്ഞു കിടക്കുന്ന സമയത്താണ് പെണ്ണ് പോയി ഹജറുൽ അസ്വദ് ചുംബിക്കൽ അവൾക്ക് സുന്നത്താകൽ തന്നെ അപ്പോഴാണ്. അത് പകലാകട്ടെ രാത്രിയാകട്ടെ ഫുള്ളായിട്ട് ഒഴിഞ്ഞു കിടക്കൂല എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത്യാവശ്യം ഓരോ സ്ഥലത്ത് ഒഴിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ഓരോന്ന് വേറെയാണ്. മത്വാഫ് ഒഴിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങനെ കാലിയാന്ന് പറഞ്ഞാൽ ഒറ്റ പെണ്ണിനോട് പിന്നെ ഹജറുൽ അസ്വദ് ചുംബിക്കാണ്ടാവില്ല. അപ്പൊ അത്യാവശ്യം ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത്, വല്ലാത്ത ജനബാഹുല്യവും തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഒന്ന് പോയി ചുംബിക്കുക. അത് പകലാവട്ടെ രാത്രിയാവട്ടെ, അപ്പോഴാ സുന്നത്ത് നല്ല ഇമാം നവവി റളിയല്ലാഹു അൻഹു റൗളയിൽ പറഞ്ഞത്. അതുപോലും പരിശുദ്ധ ഇസ്ലാം അത്രയും കണിശതയോടെ പറഞ്ഞെങ്കിൽ അതെവിടെയാണ്? കഅബയുടെ ചാരത്ത് നിൽക്കുമ്പോൾ. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. അവിടെ പോലും കയ്യ്, മുങ്കയ്യ് അത് മറക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞു. മുഖം മറക്കരുത് എന്ന് പറഞ്ഞാൽ മറക്കരുത് എന്നല്ല, മുഖത്തേക്ക് ഇങ്ങനെ വസ്ത്രം ഇങ്ങനെ ടച്ച് ചെയ്യണ കോലത്തിൽ ഉണ്ടാകരുത് എന്നാ ഇസ്ലാം പറഞ്ഞു. എന്നാലും ആ മുഖത്തും മുങ്കയിലൊക്കെ മൈലാഞ്ചി പുരട്ടി കൊടുക്കൽ സുന്നത്താണ് എന്ന് ഇസ്ലാം പറഞ്ഞു. ഉംറക്ക് പോകുന്ന സ്ത്രീ, ഹജ്ജിന് പോകുന്ന സ്ത്രീ. എന്താ കാരണം? കാരണം ആ തൊലിയുടെ നിറം അത് വ്യക്തമായി കാണാതിരിക്കാൻ അത്രയും കണിശത ഇസ്ലാം സ്വീകരിച്ചുവെങ്കിൽ ഇപ്പൊ പിന്നെ ബസ് സ്റ്റോപ്പിൽ സംസാരിക്കണത് കൂടെ പഠിക്കണ ചെക്കന്റെ കൂടെയാണെന്ന് പറയുമ്പോ ഉപ്പാക്ക് മോളി തങ്ങ് പറഞ്ഞപ്പോ ഉപ്പാക്കും അതൊരു പ്രശ്നമില്ലെന്നായി. ഉപ്പ ഈ പരാതി പറഞ്ഞ ആളെ വിളിച്ചിട്ട് പറയാണ്, അത് ആരാന്റെ കൂടെ കളിച്ചൊന്നുമല്ല, അത് കൂടെ പഠിക്കണ ചെക്കന്റെ കൂടെ കളിച്ചതാണ്, അപ്പൊ പ്രശ്നമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മൊബൈലിന്റെ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഓ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കള് നാം അറിയാതെ വ്യഭിചാരികളായിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളെ മക്കളെ നന്നാക്കണം റഹ്മാനെ. അതാണ് ഖുർആൻ പറഞ്ഞത്, വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്. അതുകൊണ്ടാണല്ലോ മഹാന്മാര് പറഞ്ഞത്, ഇയ്യാകും വസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കണം. ഫഇന്ന ഫീഹി സിത്ത ഖിസാലിൻ, കാരണം വ്യഭിചാരം എന്നത് ഗുരുതരമായ തെറ്റാണ്. അതിൽ 6 കാര്യങ്ങളുണ്ട്. മഹാന്മാര് പറയാണ്, അതിന്റെ ദൂഷ്യഫലങ്ങളുണ്ട്. 6 ദൂഷ്യഫലങ്ങൾ. സലാസും ഫിദ്ദുന്യാ വസലാസും ഫിൽ ആഖിറ, 3 ദുനിയാവിൽ തന്നെ കാണേണ്ടതാണ്, മറ്റു 3 പരലോകത്ത് വെച്ച് കാണേണ്ടതാണ്. ഏതാണ് ദുനിയാവിൽ കാണേണ്ടുന്ന 3 ദൂഷ്യഫലം? ഫനുഖ്സാനുർ റിസ്ഖി, അതാ റിസ്ഖ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും, കച്ചവടം കുറഞ്ഞു കുറഞ്ഞു വരും, ജീവിതത്തിൽ പഴയ സന്തോഷം കാണൂല, പഴയ സാമ്പത്തിക സ്രോതസ് കാണൂല. കാരണം ആള് വ്യഭിചാരിയാണ്. അതാ റിസ്ക് ഇങ്ങനെ ചുരുങ്ങി വരും. റിസ്ക് ചുരുങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
അതേ റിസ്കിന്റെ ബറക്കത്തങ്ങില്ലാണ്ടായി പോകും. രണ്ടാമതായി അതിന്റെ അനന്തര ഫലം എന്താണ് ദുനിയാവിൽ കാണേണ്ടത്? വയസീറു മഹ്റൂമൻ അനിൽ ഖൈരി, എല്ലാ ഖൈറിനെ തൊട്ട് ഇവൻ മടക്കപ്പെട്ടവനാകും. ഒരു ഖൈറും ചെയ്യാൻ ഇവനെ കൊണ്ട് കഴിയില്ല, ഒരു ഖൈറും ഇവന് ലഭ്യമല്ല. അതോടൊപ്പം മഹാന്മാർ പറയാണ് വനുഖ്സാനുൽ ഉംരി, ആയുസ് ഇങ്ങനെ ചുരുങ്ങും, ഇവൻ വേഗം മരിക്കും. വ്യഭിചാരിയാണോ? ഇന്ന് എന്തേ ആയുസ് ചുരുങ്ങാൻ കാരണം? പഴയ ആയുസ്സുണ്ടോ ഇന്ന്? പഴയ ആയുസ്സില്ല. ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞു, നമ്മളെ പറവൂർ സഖാഫി ഉസ്താദിന്റെ ഇവരുടെയൊക്കെ ഉപ്പ 80 ജില്ലാനം വയസ്സ് വരെ ജീവിച്ചു. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അള്ളാഹു സ്വർഗീയ ജീവിതം കൊടുക്കട്ടെ. അവരെ ഉമ്മാക്ക് അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ ഉമ്മാമ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ എന്റെ ഉമ്മാമ മരണപ്പെട്ടു. എന്റെ ഉമ്മാന്റെ ഉമ്മ കളസയിൽ 94 വയസ്സ് വരെ ജീവിച്ചു. ഇന്നലെയല്ല മിഞ്ഞാന്ന് രാത്രി എന്റെ ഭാര്യയുടെ വല്യമ്മ മരണപ്പെട്ടു. അതും ഇതുപോലെ ഏകദേശം 80 കഴിഞ്ഞു. പഴയ കാലത്ത് അന്ന് ജീവിച്ചവരൊക്കെ, പഴയ ആളുകളൊക്കെ പ്രായം എങ്ങനെയാണ്? ഇന്നത്തെ ആളുകൾ വയസ്സ് എത്ര വയസ്സിലാ മരിക്കണേ? 54, 53, 40. എത്രയാ പ്രായം ചോദിക്കും. മരിച്ചാളെ പ്രായം എത്രയാണ്, വയസ്സ് എത്രയാണ് ചോദിക്കുമ്പോ 42 ഉള്ളൂ. ഓ അയ്യടാ, 42 മരിച്ചോ, ചെറിയ പ്രായല്ലേ? ചെറിയ പ്രായം. ആയുസ്സിങ്ങനെ ചുരുങ്ങാണ്. വ്യഭിചാരത്തോട് ബന്ധമുള്ള ആളുകൾ അതൊരന്യ പെണ്ണിന്റെ കൂടെ പോയി കിടക്കണമെന്നില്ല, അതിന്റെ കലർപ്പുകൾ ഉണ്ടായാൽ മതി. ഇല്ലേ, രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്താ പണി, എന്താണ് ചെയ്യുന്നത്? എന്താണ്? കൈവെള്ളയിലെ മൊബൈലിലൂടെ ഇങ്ങനെ ഹറാമ് പലതും കാണുന്നു, തോന്നിവാസം കാണുന്നു. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് തമ്മിൽ അവിഹിത ബന്ധമാണ്. അതെ, അതിനെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്, അതിലൂടെ ബന്ധം സ്ഥാപിക്കുകയാണ്. പേരൻസ് ഗ്രൂപ്പ് വേറെ തന്നെയുണ്ട്. ആരുടെ നമ്പർ കലക്ട് ചെയ്യാൻ ഇന്ന് വലിയ പ്രശ്നം തന്നെയല്ല, പ്രയാസം തന്നെയല്ല. വിവാഹിതരാണെങ്കിലും വിവാഹിതരല്ലെങ്കിലും പരസ്പരം അവിഹിത ബന്ധം വല്ലാണ്ട് കൂടാൻ സാഹചര്യമുള്ള സമയമാണ്, നേരമാണ്. അതനുസരിച്ച് അവിഹിത ബന്ധം കൂടുന്നുണ്ട്. ദുനിയാവിൽ അനുഭവിക്കുന്ന ദൂഷ്യ ഫലങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാരായ സ്വഹാബത്താണ് പറയുന്നത്, വനുഖ്സാനുൽ ഉംരി, ആയുസ് ഇങ്ങനെ ചുരുങ്ങും കേട്ടോ. വൽ ബഗ്ളു ഫീ ഖുലൂബിൻ നാസി, ജനങ്ങളുടെ കൽബിൽ അവനോട് വെറുപ്പാനുണ്ടാവുക. പിന്നെ ആളുകൾ ആരും എന്നെ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നീ വ്യഭിചാരവുമായി ബന്ധമുള്ളവനാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് നിന്നെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ഇത് ഭൗതിക ലോകത്ത് ഇതിനെ തുടർന്ന് അനുഭവിക്കേണ്ട ദൂഷ്യഫലങ്ങളാണെങ്കിൽ സ്വഹാബത്ത് പറയാണ്, വഅമ്മസ്സലാസു ഫിൽ ആഖിറ, പരലോകത്തുള്ള 3 കാര്യങ്ങളിൽ ഒന്ന് ഫഗളബുർ റബ്ബി, അല്ലാഹു റഹ്മാനല്ലേ, റഹീമല്ലേ, ആ കാരുണ്യവാനായ റബ്ബിന്റെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. വശിദ്ദത്തുൽ ഹിസാബി, ശക്തമായ വിചാരണയുണ്ട്. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് ജീവിച്ചവർ ശക്തമായ വിചാരണ നേരിടേണ്ടി വരും. എല്ലാം കഴിഞ്ഞിട്ട് വദ്ദുഖൂലു ഫിന്നാർ, പിന്നീട് നരകത്തിൽ കടക്കേണ്ടി വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞത്, അൽ ഐനാനി തസ്നിയാനി വൽ യദാനി തസ്നിയാൻ, 2 കൈ കൊണ്ട് വ്യഭിചാരമുണ്ട്, 2 കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്. 2 കൈ കൊണ്ടുള്ള വ്യഭിചാരം, അതേ അന്യ പെണ്ണിനോടുള്ള ചാറ്റിംഗ് 2 കൈ കൊണ്ടുള്ള വ്യഭിചാരമാണ്. ഇതൊക്കെ ഹദീസിൽ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? വെറുതെയാണോ ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്ന് പറഞ്ഞത്? ഇബ്ലീസ് എന്താണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്ന് പറഞ്ഞത്? യാ മൂസാ
അലൈഹിസ്സലാം, അല്ല മൂസാ നബിയേ, നിങ്ങൾ ആളുകളോട് പറയണം, എന്നെ ആളുകളൊന്ന് ഓർക്കേണ്ട സമയമുണ്ട്. 3 സന്ദർഭങ്ങളുണ്ട്. ആ 3 സന്ദർഭങ്ങളിൽ എന്നെ ആളുകൾ വല്ലാണ്ട് ഓർക്കണം. ഓർത്താലേ അവർക്ക് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. അതിൽ ഒന്നേതാണ് ആ മനുഷ്യൻ അതാ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന സമയത്ത്, നല്ല ദേഷ്യമുള്ള സമയം, ആ ദേഷ്യമുള്ള സമയം എന്നെ ഓർക്കണം. ഇബ്ലീസ് പറഞ്ഞു കൊടുക്കാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുക, 3 സന്ദർഭങ്ങളിൽ എന്നെ നിങ്ങളും ഓർക്കണം, ആളുകളോട് നിങ്ങൾ പറയണം ഓർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകളൊക്കെ തെറ്റിൽ വീണുപോകും. അതിൽ ഒന്ന് നല്ല ദേഷ്യമുള്ള സമയം. ഇതിങ്ങനെ ചൂടാക്കണത് ഇബ്ലീസാണെന്ന ബോധം വേണം. ദേഷ്യമുള്ള സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കാൻ പാടില്ല, കൺട്രോൾ ചെയ്യാം. നമ്മളിങ്ങനെ ഇടയ്ക്ക് പോയി ഇങ്ങനെ പ്രഷർ ചെക്ക് ചെയ്താൽ മാറ്റം വരും. അത് മാത്രം മതി. തല കറക്കം അനുഭവപ്പെടുമ്പോ ഞാൻ പോയി BP ചെക്ക് ചെയ്തു. ഇപ്പൊ എല്ലാ ഇൻസ്ട്രുമെന്റ് ഒക്കെ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. എന്താ കാരണം? ഷുഗർ നോക്കണത് വീട്ടിന്റെ ഉള്ളിലാണ്, പൾസ് നോക്കണത് വീട്ടിന്റെ ഉള്ളിലുണ്ട്, അതുപോലെ പ്രഷർ നോക്കണതൊക്കെ വീട്ടിന്റെ ഉള്ളിലാണ്. അതിനൊന്നും ഇപ്പൊ ചെക്കപ്പിനൊന്നും പുറത്തു പോകേണ്ട ആവശ്യമില്ല, ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇടക്കിടക്ക് ഉമ്മാന്റെ പൾസ് ഇങ്ങനെ ചെക്ക് ചെയ്യണം, ഷുഗർ ചെക്ക് ചെയ്യണം, പ്രഷർ ചെക്ക് ചെയ്യണം. എന്നാ പ്രഷർ ചെക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മളെ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇപ്പൊ എല്ലാം കൂടി ഇപ്പൊ പറയാൻ നേരമൊന്നുമില്ല, ഞാൻ ചുരുക്കുകയാണ്. എപ്പോഴും ഭാര്യയുടെ സ്വഭാവം ഒരുപോലെ ഉണ്ടാവൂല, എപ്പോഴും ഭർത്താവിന്റെ സ്വഭാവം ഒരുപോലെ ഉണ്ടാവൂല. ഭാര്യനോട് നല്ല ദേഷ്യം വന്നു, എന്തോ ഒരു സ്വഭാവം. ഭാര്യയിൽ നിന്ന് വിഷമം ഉണ്ടായപ്പോ ഭാര്യക്ക് എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭാര്യയുടെ സ്ത്രീകളുടെ ശാരീരിക പ്രകൃതി, ആ ശാരീരിക പ്രകൃതി അവർക്ക് നിസ്കാരത്തിനൊക്കെ അവധിയുള്ള സമയമാണെങ്കിൽ അത് പ്രത്യേകമായ ഒരു പ്രകൃതിയാണ്. അത് ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കേണ്ടതാണ്. ആ സമയവും മറ്റു സമയമൊക്കെ ഒരുപോലെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പൊ ചിലപ്പോൾ നമ്മെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും സഹിക്കാൻ പറ്റിയതുണ്ടായാൽ നമ്മൾ സഹിക്കന്നെ. ഇത് സഹിക്കണത് എപ്പോഴാന്നറിയോ? 2 കൊടുത്തിട്ടാ പിന്നെയാ സഹിക്കണേ. സബർ എടുത്തു ആദ്യം അങ്ങ് കൊടുക്കുക, പിന്നെ സഹിക്കുക. അങ്ങനെയല്ല. അസ്വബറു ഇന്ദ സ്വതമത്തിൽ ഊല, പ്രഥമഘട്ടത്തിൽ തന്നെയാണ് ക്ഷമിക്കേണ്ടത്. ഒരു ഗ്ലാസ് അങ്ങ് നിലത്തിട്ടങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. ഭർത്താവിനോടുള്ള ദേഷ്യമാണ്. ആ ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് എന്താ ഭർത്താവിനോടുള്ള ദേഷ്യം? കല്യാണത്തിന് ഒറ്റക്ക് പോയി എന്നതാണ്. അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ. ഭാര്യനെയും കൂട്ടിക്കൊണ്ടു പോകേണ്ടുന്ന ഒരു കല്യാണം, ആ കല്യാണത്തിന് ഭർത്താവ് ഒറ്റക്ക് പോയി, ഭാര്യനെ കൂട്ടിയില്ല. അപ്പൊ ഭാര്യനോട് വിശദീകരണം തേടാം, ഭർത്താവിനോട് ഭാര്യക്ക്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അപ്പൊ വേഗം പോയി വരാൻ പറഞ്ഞ് ഞാൻ പോയതാ, എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോകണമെങ്കിൽ കുറെ നേരം പോകും, ഒക്കെ അങ്ങനെ ആയിട്ട് അങ്ങനെ ചെയ്തതാണ്. എന്നാ അത് ഉൾക്കൊള്ള. എപ്പോഴും ആ ന്യായം ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ഇതേ ന്യായമാണ്, ഞാൻ അവിടെ അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് കല്യാണത്തിന് ഒറ്റക്ക് പോയി, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ഭാര്യനെയും കൂട്ടിയിട്ടാണ്, രണ്ടാളും ഒന്നിച്ചു പോകേണ്ട കല്യാണമാണെങ്കിൽ എപ്പോഴും കൂട്ടിയിട്ടാ പോവാ. പക്ഷെ ഇടക്ക് ഇങ്ങനെ ചിലപ്പോ മിസ് ചെയ്യാറുണ്ട്. എന്നാൽ അപ്പോ ഭാര്യ ക്ഷമിക്കന്നെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാ, അത് മനസ്സിലാക്കിയെടുക്കുക. അതിന് പകരം ഭാര്യ എന്താ ചെയ്യാ? ആ ദേഷ്യം തീർക്കുക. ആരോട് തീർക്കുക? ഇപ്പൊ ചില സ്ത്രീകളുണ്ട്, നമ്മളെ പറവൂരിലൊന്നും അങ്ങനെയുള്ള സ്ത്രീകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കൂടുതലൊന്നും പറയണില്ല. ഇവിടൊക്കെ നല്ലവരാ, അല്ലാഹു ബർക്കത്ത്. നിങ്ങളെന്താ ആമീൻ പറയാത്ത? എന്റെ കന്നഡയിൽ ഒരു വാക്കുണ്ട്, വളകിന ഗുട്ടു ശിവനേ ബല്ല. എന്താ? നമ്മളെ ഉള്ളിലത്തെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ, അതാ നിങ്ങൾ ആമീൻ പറയാത്ത. ഇവിടുത്തെ സ്ത്രീകളൊക്കെ നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ മംഗലാപുരത്തുള്ള ആളല്ലേ, എനിക്ക് എന്തും പറയാലോ. അപ്പൊ നിങ്ങളെ മനസ്സിങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നാ, നമ്മളെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ ഉസ്താദേ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുക. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, പുറത്തു തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ എപ്പോഴും അപ്പൊ കുട്ടികളോട് ദേഷ്യം തീർക്കാണ്. ആരോടുള്ള ദേഷ്യം? ഭർത്താവിനോടുള്ള ദേഷ്യം കുട്ടികളോട് തീർക്കാണ്. സുബ്ഹാനല്ലാഹ്. കുട്ടി സ്കൂളും വിട്ട് വരുമ്പോ നേരെ ഉമ്മാന്ന് വിളിച്ചിട്ട് സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച് കുട്ടി വരുമ്പോ നല്ല വിശന്നിട്ടാ വരാ അല്ലെ? ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. എന്റെ മക്കളൊക്കെ 4 മക്കള് അല്ല 3 ആള് സ്കൂളിൽ പോകുന്നു, ഒരു തിരിച്ചിങ്ങനെ വരുമ്പോ ഉമ്മാന്ന് വിളിച്ചിട്ടാ വരാ, ഉപ്പാനല്ലേ വിളിക്ക. ഞാൻ അവിടെ ഉണ്ടെങ്കിലും, കാരണം എന്താ, അവർക്കറിയാം ഉപ്പാന്റെ കയ്യിൽ നിന്നൊന്നും ഭക്ഷണം കിട്ടൂലെന്ന്. പിന്നെ ഉമ്മാന്റെ കയ്യിൽ നിന്നല്ലേ ഭക്ഷണം കിട്ടുള്ളൂ. അപ്പൊ ഉമ്മീന്ന് വിളിച്ചിട്ട് അവരിങ്ങനെ അകത്തേക്ക് വരിക, അബീന്ന് വിളിക്കൂല. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഈ കുട്ടികൾ ഇങ്ങനെ വരുമ്പോ ഭാര്യക്ക് ഭർത്താവിനോട് എന്തോ ഒരു ദേഷ്യമാണ്. ആ ദേഷ്യം കുട്ടികളോട് തീർക്കാൻ. എങ്ങനെ തീർക്കുക? കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തില്ല വൈകുന്നേരം വന്നപ്പോ. അപ്പോഴാണ് വല്യമ്മ, ഈ കുട്ടികളെ വല്യമ്മ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ ഉമ്മ,
ഭർത്താവിന്റെ ഉമ്മ വന്നിട്ട് ചോദിച്ചു മരുമോളോട്, പിന്നെ അല്ല ഈ പേരമക്കളോട് ചോദിച്ചു, കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ കഴിച്ചോ ചോദിച്ചു. ഞാൻ കഴിച്ചില്ല. എന്താ കാരണം? ഉമ്മ തന്നില്ല. ഉമ്മാനെ കുറെ പോയി വിളിച്ചു, ഉമ്മ പോയി കിടന്നുറങ്ങിയതാ. എന്താ കാരണം? ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാൻ. ആരോടാ തീർക്കണേ? കുട്ടികളോട്. അങ്ങനെ ആകരുത്.